ഹായ്, നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലെ തേർഡ് മൊഡ്യൂൾ ആയിട്ടുള്ള റെയിൽവേ എഞ്ചിനീയറിംഗിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സ്. ട്രെയിനിനെ റെയിൽവേ ട്രാക്കിൽ നിന്നും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനമാണ് പോയിന്റ്സ് ആൻഡ്. വീഡിയോ ശ്രദ്ധിക്കുക. റെയിൽവേ ട്രാക്കിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു ട്രെയിൻ അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന സൈമുലേറ്റ് ചെയ്യുന്ന ഒരു ആനിമേഷനാണ് നിങ്ങൾ കാണുന്നത്. ട്രെയിനിൻ്റെ വീലിൻ്റെ ഷേപ്പ് നിങ്ങൾക്കറിയാം, അത് പ്ലെയിൻ അല്ല, അതൊരു ഫ്രസ്റ്റം ഓഫ് കോണാണ്. അതിന് ചെറിയൊരു സ്ലോപ്പ് ഉണ്ട്, 1/20 സ്ലോപ്പ് ഉണ്ട്. അതിൻ്റെ ഡയമീറ്റർ എല്ലായിടത്തും ഒരുപോലെയല്ല. ഡയമീറ്റർ കൂടിയ ഭാഗത്തിനെ നമ്മൾ ഫ്ലാഞ്ച് എന്ന് പറയുന്നു, ഈ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ളത്. ഈ ഫ്ലാഞ്ച് റെയിലിൽ ലോക്കായി കിടക്കുമ്പോഴാണ് ട്രെയിന് സേഫായിട്ട് മുന്നോട്ട് പോവുക. റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളതാണ് ടങ് റെയിൽസ്. ടങ് റെയിലിൻ്റെ മൂവ്മെൻ്റ് ആണ് ട്രെയിനിൻ്റെ ഡയറക്ഷനെ സ്വിച്ച് ചെയ്യുന്നത് കാരണമാവുന്നത്. ടങ് റെയിൽ എവിടെ നിന്ന് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ആ ഗ്യാപ്പ് ഫോം ചെയ്യുന്ന ഭാഗത്ത് കൂടെയാണ് ട്രെയിനിൻ്റെ വീലിൻ്റെ ഫ്ലാഞ്ചസ് മുന്നോട്ട് പോവുക. അപ്പോൾ ട്രെയിനിൻ്റെ ഡിറക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത് ടങ് റെയിലിൻ്റെ പൊസിഷനാണ് എന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കണം. രണ്ട് ടങ് റെയിലുകളെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ബാർ നിങ്ങൾ കാണുന്നുണ്ട്. ഒരു ബ്ലാക്ക് കളറിലുള്ള രണ്ട് ടങ് റെയിലുകളെയും കണക്ട് ചെയ്തുകൊണ്ട്, ഈ ടങ് റെയിലുകൾ വിളിക്കുന്ന വേറൊരു പേരാണ് പോയിന്റ് ബ്ലേഡ്. അവയെ ചേർത്ത് പിടിക്കുന്ന ഒരു കോമൺ ബാർ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രെച്ചർ ബാർസ്. ടങ് റെയിലുകൾ ചേർന്നിരിക്കുന്നത് സ്റ്റോക്ക് റെയിലുകളിലോട്ടാണ്. സ്റ്റോക്ക് റെയിലുകൾ ഏത് പൊസിഷനിലാണ് ടങ് റെയിൽ ടച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും ട്രെയിൻ എങ്ങോട്ടാണ് മാറുന്നത് എന്നുള്ളത്. POE റോഡ്സ് അതിനെ സ്ട്രെച്ചർ ബാർസ് എന്ന് വിളിക്കും. ഈ സ്ട്രെച്ചർ ബാറുകളാണ് ടങ് റെയിലുകളെ സ്വിച്ച് ചെയ്യാൻ സഹായിക്കുന്നത്. ടങ് റെയിലുകളും സ്റ്റോക്ക് റെയിലുകൾക്കിടയിലുള്ള ഗ്യാപ്പ് ഒരു ഫ്ലാഞ്ച് തിക്നെസ് ആയിരിക്കും. ആ ഫ്ലാഞ്ച് തിക്നെസ് കടന്നു പോകാൻ പാകത്തിലുള്ള ഗ്യാപ്പ് ഉണ്ടാവണം. ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് ട്രാക്കുകൾ മെർജ് ചെയ്യുന്ന പൊസിഷനിൽ നമ്മൾ കൊടുക്കുന്ന സംവിധാനമാണ്. ആ മെർജ് ചെയ്യുന്ന ഭാഗത്തു കൂടെ സുഖമായി ട്രെയിനിന് മുന്നോട്ട് പോകാൻ. ചെക്ക് റെയിലുകളാണ് ട്രെയിനിൻ്റെ വീലുകളെ ഗാർഡ് ചെയ്യുന്നത്, അതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് ചെക്ക് റെയിലുകളാണ്. അതിന് പുറമെ അതിനകത്തുള്ള രണ്ട് റെയിലുകളാണ് വിങ് റെയിലുകൾ. ചെക്ക് റെയിലുകൾക്ക് പുറമെ കാണിച്ചിട്ടുള്ള ഗ്രീൻ കളറിലുള്ളതാണ് വിങ് റെയിലുകൾ. ചെക്ക് റെയിലുകളും വിങ് റെയിലുകളും കൂടെയാണ് ട്രെയിനിൻ്റെ വീലിനെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ക്രോസ് ചെയ്യാൻ സഹായിക്കുന്നത്. ക്രോസിംഗ് നോസ് ആണ് വി ഷേപ്പിലുള്ള ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ക്രോസിംഗ് നോസ്. അവയ്ക്കിടയിലുള്ള ആംഗിളിനെ ആംഗിൾ ഓഫ് ക്രോസ് എന്ന് പറയും. വി ഷേപ്പിൻ്റെ ഇടയിലുള്ള ആംഗിളിനെ ആംഗിൾ ഓഫ് ക്രോസിംഗ് എന്നാണ് വിളിക്കുക. നമുക്ക് കുറച്ച് ബേസിക് ടേംസിലോട്ട് പോവാം. ടേൺ ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്? ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിൻ, അതിനെ ഡയറക്ഷൻ സ്വിച്ച് ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനമാണ് പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സ് എന്ന് നമ്മൾ പറഞ്ഞു. ആ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ടാണെന്നുണ്ടെങ്കിൽ, ഇത് സ്ട്രെയിറ്റ് ട്രാക്ക് ആണ്, അവിടുന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ടാണ് അത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ആ സംവിധാനത്തിന് പറയുന്ന പേരാണ് റൈറ്റ് ഹാൻഡ് ടേൺ ഔട്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ടാണ് അത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ആ പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സ് വഴി സെറ്റ് ചെയ്യുന്ന സംവിധാനത്തിന് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ടേൺ ഔട്ട് എന്ന് പറയും. അതായത് നമ്മൾ ഇടതുവശത്തോട്ട്, ഇപ്പൊ സ്ട്രെയിറ്റ് റോഡിൽ പോകുമ്പം വലത്തോട്ട് തിരിയാൻ വേണ്ടി നമ്മൾ വലത്തോട്ട് റോഡ് നിർമ്മിക്കുന്നതിന് നമ്മളൊരു ടേൺ ഔട്ട് എന്ന് വിളിക്കുന്ന പോലെ, റെയിൽവേ ട്രാക്കിൽ സ്ട്രെയിറ്റിൽ പോകുന്ന ഒരു ട്രെയിനിനെ വലതുഭാഗത്തോട്ട് ടേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുക്കുന്ന ആ ഒരു സംവിധാനം, അതിൽ പോയിന്റ്സും ക്രോസിംഗ്സും മറ്റ് റെയിലുകളും വരും. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഈ സംവിധാനത്തിന് റൈറ്റ് ഹാൻഡ് ടേൺ ഔട്ട് എന്നും ലെഫ്റ്റ് ഹാൻഡ് ടേൺ ഔട്ട് എന്നും വിളിക്കുന്നു, ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ ടു വിച്ച് ദ ട്രെയിൻ ക്യാൻ ചേഞ്ച് ഇൻ ടു. അതേപോലെ ഈ രണ്ട് ഡയറക്ഷൻക്കും സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കോംബോ സംവിധാനത്തിന്, സ്ട്രെയിറ്റ് പോകുന്ന ട്രെയിനിന് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ടും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ടും പോകുന്ന ഒരു മൾട്ടിപ്പിൾ സംവിധാനം, അതിന് വിളിക്കുന്ന പേരാണ് 3-way ടേൺ ഔട്ട്. ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ ടു വിച്ച് ദ ട്രെയിൻ മൂവ്സ്, ഒരു പോയിന്റിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സിന്റെ ടോട്ടൽ അസംബ്ലിയാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടുന്ന് ട്രെയിൻ ഈ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ട്രെയിൻ ഫസ്റ്റ് മീറ്റ് ചെയ്യുക പോയിന്റിനെ ആയിരിക്കും. അതിനുശേഷമാണ് ക്രോസിങ്ങിനെ മീറ്റ് ചെയ്യുക.
ഫസ്റ്റ് പോയിന്റിനെ മീറ്റ് ചെയ്ത് പിന്നീട് ക്രോസിങ്ങിനെ മീറ്റ് ചെയ്യുമ്പം ആ ട്രെയിൻ മൂവ് ചെയ്യുന്നത് ഫേസിങ് ഡയറക്ഷനിലാണെന്ന് പറയും. ഫേസിങ് ഡയറക്ഷൻ. ഫസ്റ്റ് പോയിന്റിനെയും പിന്നെ ക്രോസിങ്ങിനെയാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ട്രെയിൻ മൂവ് ചെയ്യുന്നതിന് ഫേസിങ് ഡിറക്ഷൻ എന്ന് പറയും. അപ്പോൾ ആ പോയിന്റിനെ വിളിക്കുന്ന പേര് ട്രെയിനിന്റെ പെർസ്പെക്റ്റീവിൽ അതൊരു ഫേസിങ് പോയിന്റ് ആണ്. ഇൻ കേസ് ദ ട്രെയിൻ ഈസ് മൂവിങ് ഫ്രം ദ റൈറ്റ് സൈഡ് ടു ദ ലെഫ്റ്റ് സൈഡ് ഓൺ യുവർ സ്ക്രീൻ, ഇവിടുന്ന് ഇങ്ങോട്ടാണ് ട്രെയിൻ മൂവ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ മീറ്റ് ദ ക്രോസിംഗ് ഫസ്റ്റ്. ആദ്യം അത് ക്രോസിങ്ങിനെയാണ് മീറ്റ് ചെയ്യുക, അതിനുശേഷമാണ് പോയിന്റിനെ മീറ്റ് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഫസ്റ്റ് ക്രോസിങ്ങിനെയാണ് അത് മീറ്റ് ചെയ്യുന്നത്, പിന്നെയാണ് പോയിന്റിനെ മീറ്റ് ചെയ്യുക. ആ കേസിൽ അതിനെ റെയിലിംഗ് ഡിറക്ഷൻ എന്ന് പറയും. അപ്പോൾ ആ പോയിന്റിനെ ട്രെയിനിന്റെ പെർസ്പെക്റ്റീവിൽ ദ ട്രെയിൻ വിൽ ബി ക്രോസിംഗ് എ റെയിലിംഗ് പോയിന്റ് എന്ന് പറയാം. അപ്പോൾ അത് ട്രെയിനിന്റെ പെർസ്പെക്റ്റീവിലാണ് ആ രണ്ട് ടേമുകൾ വരുന്നത്. ഫസ്റ്റ് പോയിന്റിനെ മീറ്റ് ചെയ്യുമ്പോൾ അതിന് ഫേസിംഗ് ഡിറക്ഷൻ എന്നും അതുകൊണ്ട് ആ പോയിന്റിനെ ഫേസിംഗ് പോയിന്റ് എന്നും പറയും. ഫസ്റ്റ് ക്രോസിങ്ങിനെ മീറ്റ് ചെയ്ത് പിന്നീടാണ് പോയിന്റിനെ മീറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഈ ഡയറക്ഷനിൽ നിന്ന് ഇങ്ങോട്ടാണ് ട്രെയിൻ പോകുന്നതെങ്കിൽ അതിനെ റെയിലിംഗ് ഡിറക്ഷൻ അല്ലെങ്കിൽ ആ പോയിന്റിനെ റെയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കും. നമ്മൾ വീഡിയോയിൽ കണ്ടു എങ്ങനെയാണ് ട്രെയിൻ അതിന്റെ ഡയറക്ഷനെ ചേഞ്ച് ചെയ്യുന്നത് എന്ന്. ഈ ഫിഗറിൽ നോക്കുകയാണെന്നെങ്കിൽ ഈ റെയിലിലൂടെ പോകുന്ന ഒരു വീലുണ്ട്. ആ വീലിന്റെ ഇന്നർ ഡയമീറ്ററിൽ എക്സ്റ്റെൻഡ് ആയി നിൽക്കുന്ന രണ്ട് ഫ്ലാഞ്ചസുകളുണ്ട്. ഇപ്പൊ ഈ കേസിൽ ഫ്ലാഞ്ച് ഈ ഗ്യാപ്പിലൂടെ വരുന്നു. ഓട്ടോമാറ്റിക്കലി ഇത് റൂട്ട് എ ആയിരിക്കും. ഇപ്പോൾ ഇതിലൂടെ ഒരു ട്രെയിൻ ഇവിടുന്ന് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂട്ട് എയിലൂടെ ആയിരിക്കും സഞ്ചരിക്കുക. അപ്പൊ ഇതിനിവിടെ കൺട്രോൾ ചെയ്യുന്ന ഈ റെയിലിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പോയിന്റ് റെയിൽ. പോയിന്റ് റെയിൽ. ഓക്കെ. ഈ പോയിന്റ് റെയിലിന്റെ ഈ ഷാർപ്പായിട്ടുള്ള ടേപ്പേർഡ് എൻഡിനെ വിളിക്കുന്ന പേരാണ് ടോ. ഈ എൻഡിനെ നമ്മൾ ഹീൽ എന്നും വിളിക്കും. സോ ടങ്ക് റെയിലാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. ഈ ടങ്ക് റെയിലിന്റെ ടേപ്പേർഡ് ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള എൻഡിനെ നമ്മൾ ടോ എന്ന് വിളിക്കുന്നു. ഈ എൻഡിനെ, അതിലെ വിടുത്ത് കൂടിയ എൻഡിനെ ഹീൽ എന്ന് വിളിക്കുന്നു. ഈ എൻഡിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ടോ ടു ആൻഡ് ഫ്രോ മോഷൻ സംഭവിക്കുന്നത്. സോ ഹീലിനെ ബേസ് ചെയ്തിട്ടാണ് ടങ്ക് റെയിലിന്റെ മൂവ്മെന്റ് സംഭവിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡയഗ്രാം ഇവിടെ വരച്ചിട്ടുണ്ട്. ടങ്ക് റെയിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതിന്റെ ഹീൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ എൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ടോ. ഓക്കെ. അപ്പൊ ഈ ടോ ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ടോ സ്റ്റോക്ക് റെയിലിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോ ഈ സ്റ്റോക്ക് റെയിലിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോ ഈ സ്റ്റോക്ക് റെയിലിൽ നിന്ന് റിലീസ് ആവും. സോ അതൊരു റൈറ്റ് ഹാൻഡ് ടേൺ ഔട്ട് എടുക്കും. ഈ ടോ അവിടുന്ന് റിലീസ് ചെയ്യുകയും ഇത് ഇവിടെ തട്ടുകയും ചെയ്താൽ അതൊരു സ്ട്രെയിറ്റ് മെയിൻ ലൈനിൽ ട്രാവൽ ചെയ്യും. അപ്പോൾ ഈ ഫിഗറിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ടങ്ക് റെയിൽ വരക്കാൻ അറിയണം, അതിന്റെ ഒരു എൻഡ് ടോ ആണെന്നും ഈ ടോ ആണ് സ്റ്റോക്ക് റെയിലിൽ മീറ്റ് ചെയ്യുന്നതെന്നും അറിയണം. ടങ്ക് റെയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് ഹീലിനെ ബേസ് ചെയ്തിട്ടാണ് എന്നും അറിയണം. ആൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു പോയിന്റ്, ഇവിടെ ഒരു ഹീൽ ബ്ലോക്ക് ഉണ്ട്. ഈ ഹീൽ ബ്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഈ ടോ ഇവിടുന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിലൂടെ വേണം ട്രെയിനിന്റെ വീലിന്റെ ഫ്ലാഞ്ചിന് മൂവ് ചെയ്യാൻ. അപ്പോൾ ഈ ഫ്ലാഞ്ചിനുള്ള ഗ്യാപ്പ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി, അതർവൈസ് ഈ റെയിൽ പോയിട്ട് ഈ സ്റ്റോക്ക് റെയിലിൽ ഇവിടെ മുട്ടും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹീൽ ബ്ലോക്ക് വെച്ച് ടൈറ്റ് ചെയ്യും. സോ സ്റ്റോക്ക് റെയിലും ടങ്ക് റെയിലിന്റെ ഹീലും തമ്മിൽ ഒരിക്കലും ടച്ച് ചെയ്യൂല. ആ ഒരു ഗ്യാപ്പ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഹീൽ ബ്ലോക്ക് പ്രൊവൈഡ് ചെയ്യും. ആ ഹീൽ ബ്ലോക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഹീൽ ബേസ് ചെയ്തിട്ടാണ് ടങ്ക് റെയിലിന്റെ മൂവ്മെന്റ് സംഭവിക്കുന്നത്. ടങ്ക് റെയിലിന്റെ ഇമേജ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ടോ എന്ന് പറഞ്ഞാല് ഈ എൻഡാണ്. ഈ എൻഡിനെ നമ്മൾ ഹീൽ എന്ന് പറഞ്ഞു. ഇതാണ് ടങ്ക് റെയിൽ. ഈ ടങ്ക് റെയിലുകൾ ഇവിടെ ശ്രദ്ധിച്ചോ, രണ്ട് ടങ്ക് റെയിൽസ് ഉണ്ട്. ഇവിടെ ഈ കേസിൽ ടങ്ക് റെയിലിന്റെ ഈ എൻഡ് സ്റ്റോക്ക് റെയിലിൽ തട്ടിയിട്ടുണ്ട്. ഈ റെയിലിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റോക്ക് റെയിൽ. ഇവിടെ വന്ന് തട്ടിയിട്ടുള്ള ഈ റെയിലാണ് ടങ്ക് റെയിൽ. ഈ സ്റ്റോക്ക് റെയിലും ടങ്ക് റെയിലും ഇവിടെ ഈ സൈഡിലാണ് ടച്ച് ചെയ്തിട്ടുള്ളത്, ഈ യെല്ലോ സർക്കിളിൽ ഉള്ളത്. ഇവിടെ ഇത് റിലീസ് ആയിരിക്കുകയാണ്. സോ ഇവിടുന്ന് വരുന്ന ഒരു ട്രെയിൻ
ഓട്ടോമാറ്റിക്കലി ട്രെയിനിന്റെ ഫ്ലാഞ്ച് ഈ ഗ്യാപ്പിലൂടെ കയറിയിട്ട് ഈ മെയിൻ ലൈനാണ് എടുക്കുക. ഇത് ഒരു ഡൈവേർഷൻ ആണ്. ഈ പുറത്ത് യാർഡോ അങ്ങനെ വല്ലതും ഉണ്ടാവും, അതിലോട്ടുള്ള ഡൈവേർഷൻ ആണ്. അപ്പോ ഈ രണ്ട് ടങ് റെയിലുകളെയും പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് അതിന്റെ നടുവിൽ ഒരു ബാർ ഉണ്ട്. ആ ബാറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ട്രെച്ചർ ബാർ. സ്ട്രെച്ചർ ബാർ. ഈ സ്ട്രെച്ചർ ബാറിന്റെ എക്സ്റ്റൻഷൻ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ലിവറിലോട്ട് കണക്റ്റഡ് ആണ്. ഇപ്പൊ ഇവിടെ ഒരു ഓപ്പറേറ്റർ ഹാൻഡിൽ ചെയ്യുന്നത് കാണാം. ഈ ടങ് റെയിലുകളെ പരസ്പരം കണക്ട് ചെയ്യുന്നത് സ്ട്രെച്ചർ ബാർ ആണ്. ഈ സ്ട്രെച്ചർ ബാറിന്റെ ഒരു എക്സ്റ്റൻഷൻ ഒരു ലിവറിലോട്ട് കണക്റ്റഡ് ആണ്. ഈ ലിവറിനെ നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടങ് റെയിലിനെ പരസ്പരം രണ്ട് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാനും ട്രെയിനിന്റെ ഡയറക്ഷനെ സെറ്റ് ചെയ്യാനും പറ്റും. ഈ ലിവറിന്റെ ഒരു ഇമേജ് ആണ് ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ ടങ് റെയിൽ നമ്മൾ മൊത്തം പോയിന്റ്സിൽ പ്രധാനപ്പെട്ട 2-3 ടേംസ് പറഞ്ഞു. അത് ഒന്ന് ബ്രീഫ് ചെയ്യാം നമുക്ക്. സോ പോയിന്റ്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റോക്ക് റെയിൽ, ടങ് റെയിൽ. സ്റ്റോക്ക് റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് ആയിട്ടുള്ള റെയിലാണ്. ടങ് റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്യുന്ന റെയിലാണ്. ഇവ രണ്ടും കൂടെ ചേർന്നാൽ അതിന് വിളിക്കുന്ന പേരാണ് സ്വിച്ച്. എ പെയർ ഓഫ് സ്വിച്ച്, രണ്ട് സ്വിച്ചുകൾ ചേർന്നാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? പോയിന്റ്സ്. അതായത് ഒരു സ്റ്റോക്ക് റെയിൽ, ഒരു സ്റ്റോക്ക് റെയിൽ, ഒരു ടങ് റെയിൽ, ഒരു ടങ് റെയിൽ. ഈ സ്റ്റോക്ക് റെയിലും ടങ് റെയിലും ചേർന്നാൽ അതിനെ സ്വിച്ച് എന്ന് വിളിക്കും. ഈ സ്വിച്ചും ചേർന്നാൽ അതിനെ നമ്മൾ പോയിന്റ് എന്ന് വിളിക്കും. ഓക്കെ, ടങ് റെയിൽസ് ആർ കണക്റ്റഡ് ടു സ്റ്റോക്ക് റെയിൽ അറ്റ് ഹീൽ യൂസിങ് ഹീൽ ബ്ലോക്ക്. ടങ് റെയിലിനെ സ്റ്റോക്ക് റെയിലിനോട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ എൻഡിനെ നമ്മൾ ഹീൽ എന്നാണ് വിളിക്കുക. അവയ്ക്കിടയിലുള്ള ബ്ലോക്കിനെ നമ്മൾ ഹീൽ ബ്ലോക്ക് എന്നാണ് വിളിക്കുക. ഹീൽ ബ്ലോക്ക് പ്രൊവൈഡ്സ് ഗ്യാപ്പ് ഫോർ പ്രൊജക്ടിങ് ഫ്ലാഞ്ചസ് ഓഫ് ദ വീൽ. ഈ ഹീൽ ബ്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ടങ് റെയിലുകൾക്കും സ്റ്റോക്ക് റെയിലുകൾക്കും ഇടയിൽ ഒരു ഗ്യാപ്പ് നമ്മൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് വീലിന്റെ ഫ്ലാഞ്ച് കൃത്യമായിട്ട് അതിനിടയിലൂടെ പോകുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നത്. അതിനു മുന്നേ സ്ലൈഡിംഗ് ചെയേഴ്സ് പ്രൊവൈഡഡ് അണ്ടർ ദ ടങ് റെയിൽ അലോ ദെയർ ഫ്രീ മൂവ്മെന്റ്. ടങ് റെയിലുകൾക്ക് താഴെ നമ്മൾ സ്ലൈഡിംഗ് ചെയേഴ്സ് കൊടുക്കും, മൂവബിൾ ആയിട്ടുള്ള സ്ലൈഡിംഗ് ചെയേഴ്സ്. ആ സ്ലൈഡിംഗ് ചെയറുകൾക്ക് മുകളിലായിട്ടാണ് ടങ് റെയിൽ മൂവ് ചെയ്യുന്നത്. ആ ടങ് റെയിലുകളുടെ ഈസി മോഷന് വേണ്ടിയിട്ട് നമ്മൾ ടങ് റെയിലിന്റെ താഴെ കൊടുക്കുന്ന ചെയറിനെ വിളിക്കുന്ന പേരാണ് സ്ലൈഡിംഗ് ചെയേഴ്സ്. Two tongue rails are connected together by a stretcher bar. നമ്മൾ ആ ഫിഗറിൽ കണ്ടിരുന്നു ഒരാൾ ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ട്. അപ്പൊ രണ്ട് ടങ് റെയിലിനെയും കൂടെ കണക്ട് ചെയ്ത് കിടക്കുന്ന ബാറാണ് എന്ത്? സ്ട്രെച്ചർ ബാർ. അതിനെ സ്ട്രെച്ചർ റോഡ് എന്നും വിളിക്കാറുണ്ട്. ടു മൂവ് ദം ടുഗദർ, അവ രണ്ടിനെയും ഒരുമിച്ച് മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ കോമൺലി കണക്റ്റഡ് സ്ട്രെച്ച് ബാർ ആണ്. ഈ സ്ട്രെച്ചർ ബാർ ഈസ് കണക്റ്റഡ് ടു ദ ലിവർ ഫോർ ഓപ്പറേറ്റിംഗ് ദ പോയിന്റ്സ്. പോയിന്റ്സിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ട്രെച്ചർ ബാറുകളെ ഒരു ലിവറിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ലിവറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ടങ് റെയിലുകളെ മൂവ് ചെയ്യാനും പോയിന്റുകളെ കൺട്രോൾ ചെയ്യാനും അതുവഴി ട്രെയിനിന്റെ ഡയറക്ഷനെ ഡിസൈഡ് ചെയ്യാനും സാധിക്കും. ഫേസിംഗ് ഡയറക്ഷനിലാണ് ട്രെയിൻ മൂവ് ചെയ്യുന്നതെങ്കിൽ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം ട്രെയിൻ മീറ്റ് ചെയ്യാൻ പോകുന്ന സംഭവമാണ് ക്രോസിംഗ്. ക്രോസിംഗിൽ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ക്രോസിംഗ് നോസ്, ഇതിൽ റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്. ഈ വി ഷേപ്പിലുള്ള ഈ പോർഷൻ ആണ് ക്രോസിംഗ് നോസ്. വി ഷേപ്പിലുള്ള പോർഷൻ ആണ് ക്രോസിംഗ് നോസ്. രണ്ടാമത്തത് വിങ് റെയിൽ, വിയുടെ തൊട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന ഈ 2 ലെഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ് വിങ് റെയിൽസ്. 2 വിങ് റെയിലുകളുണ്ട്, 1, 2 നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിഗറിൽ. മൂന്നാമത്തത് ചെക്ക് റെയിലുകളാണ്. ചെക്ക് റെയിൽസ്, ചെക്ക് റെയിൽ എന്ന് പറഞ്ഞാൽ 1, 2. ഈ ഇവിടെ കാണുന്ന ഈ സ്റ്റോക്ക് റെയിലുകളുണ്ട്. ഈ സ്റ്റോക്ക് റെയിലുകളുടെ കൂടെ കാണുന്നതാണ് ചെക്ക് റെയിലുകൾ. ഈ ചെക്ക് റെയിലുകൾ എന്തിനാണെന്ന് വെച്ചാൽ ഈ ഡിറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വീല് ഈ റെയിലിലൂടെയാണ് പോകുന്നത്, ഈ 2 റെയിലുകളിലൂടെ. അപ്പൊ അതിന്റെ ഫ്ലാഞ്ച് ഈ ഗ്യാപ്പിൽ ലോക്ക് ആയി കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടുന്ന് ഒരു കൺഫ്യൂഷൻ വരൂല. ലെഫ്റ്റ് സൈഡിൽ പോകുന്ന വീലിന്റെ ഫ്ലാഞ്ച് ഈ ഗ്യാപ്പിൽ ലോക്ക് ആയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ പോകുന്ന ഫ്ലാഞ്ച് ഓട്ടോമാറ്റിക്കലി ഇവിടുന്ന് ഈ ഗ്യാപ്പിലൂടെ മുന്നോട്ട് പോകും. ഓക്കെ, അപ്പൊ അവിടെ ഒരു റിസ്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെക്ക് റെയിൽ കൊടുക്കുന്നത്. ചെക്ക് റെയിലിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ഗൈഡ് റെയിൽ.
ഡയറക്ഷൻ ഗൈഡ് ചെയ്യുന്ന റെയിൽ. അപ്പൊ ചെക്ക് റെയിലിന്റെ മെയിൻ ഡ്യൂട്ടി എന്താണ്? ഫ്ലാഞ്ചിനെ ഡയറക്റ്റ് ചെയ്യുക, ഫ്ലാഞ്ചിനെ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്ത് ഒരു പൊസിഷനിൽ ഒരേ ഡയറക്ഷനിൽ റിസ്ക് ഇല്ലാതെ സേഫ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ചെക്ക് റെയിലിന്റെ അഥവാ ഗാർഡ് റെയിലിന്റെ പർപ്പസ്. അപ്പോൾ 3 പോർഷൻസ് എന്തൊക്കെയാണ് ഈ ഫിഗറിന് മനസ്സിലാവണം. വി ഷേപ്പിലുള്ള ക്രോസിംഗ് നോസ് ഉണ്ട്, അതിന്റെ ഇപ്പുറത്ത് 2 വിങ് റെയിൽസ് ഉണ്ട്, 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് 2 ചെക്ക് റെയിലുകൾ ഉണ്ട്. ഈ ചെക്ക് റെയിലുകളെ വിളിക്കുന്ന വേറൊരു പേരാണ് ഗാർഡ് റെയിൽ. ക്രോസിംഗ് ആംഗിൾ ആൽഫ, ഇവിടെ ഒരു ആൽഫ കണ്ടോ? ഈ ക്രോസിംഗ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിഗറിൽ കണ്ടിരുന്നു ക്രോസിംഗ് നോസ്, ഇവയ്ക്കിടയിലുള്ള ഈ ആംഗിൾ ആണ് ക്രോസിംഗ് ആംഗിൾ ആൽഫ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ക്രോസിംഗ് നോസുകൾക്കിടയിലുള്ള ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോസിംഗ് ആംഗിൾ. അതിന്റെ തൊട്ടടുത്തുള്ള ഈ റെയിലിനെ നമ്മൾ വിങ് റെയിൽ എന്നാണ് പറഞ്ഞിരുന്നത്. 2 വിങ് റെയിലുകൾ ഉണ്ട്. അപ്പൊ ഈ വിങ് റെയിലുകളും ഈ വി പോർഷനും ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലൂടെയാണ് ഫ്ലാഞ്ച് ലോക്കായി പോകുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ചെക്ക് റെയിലുകൾക്കിടയിലും അതേപോലെ ഫ്ലാഞ്ച് ലോക്കായി പോകുന്നുണ്ട്, വിങ് റെയിലുകൾക്കിടയിലും ഫ്ലാഞ്ച് ഓഫ് വീൽ ലോക്കായി പോകുന്നുണ്ട്. ഈ ഫ്ലാഞ്ചിന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 2 റെയിലുകൾക്കിടയിൽ കൊടുക്കുന്ന സ്പേസിങ്ങിനെ പറയുന്ന പേരാണ് ഫ്ലാഞ്ച് വേ. ഓക്കെ, ഫ്ലാഞ്ച് വേ. അപ്പോൾ റെയിലിലെ ട്രെയിനിന്റെ വീലിലുള്ള ഫ്ലാഞ്ചുകൾക്ക് ഈ 2 റെയിലുകൾക്ക് ഇടയിലുള്ള ഗ്യാപ്പിലൂടെ പോവാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്പേസിങ്ങിനെ പറയുന്ന പേരാണ് ഫ്ലാഞ്ച് വേ. അടുത്തത് ഫ്ലെയർ. ഫ്ലെയർ എന്ന് പറഞ്ഞ വാക്ക് എന്താന്ന് വെച്ചാൽ ഈ വിങ് റെയിലുകൾ ഒരു ചെറിയ ബെൻഡ് കൊടുത്ത് വളച്ചു വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇപ്പുറത്തും വിങ് റെയിലുകൾക്ക് ഒരു ബെൻഡ് ഉണ്ട്. എന്തിനാണ് ഈ ബെൻഡ് കൊടുത്തിട്ടുള്ളത്? ഇവിടുന്ന് വീല് വരിക എന്നുണ്ടെങ്കിൽ ഈ വീലിന്റെ ഫ്ലാഞ്ച് ലേശം ഡിസ്പ്ലേസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. കറക്റ്റ് ഒരു ഫ്ലാഞ്ച് ലേശം ഈ റെയിലിന്റെ അകത്തോട്ട് ലോക്കായിട്ടാണ് വരുന്നത്. ഈ വരുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ചുകൂടെ ഇപ്പുറത്തോട്ടായിരിക്കും. ഇതിനെ കൃത്യമായിട്ട് ഫ്ലാഞ്ച് വേക്ക് അകത്തോട്ട് കയറണമെങ്കിൽ ഇവിടുന്ന് വരുന്ന വീലിന്റെ ഫ്ലാഞ്ച് ഈ ഫ്ലാഞ്ച് വേക്ക് അകത്തോട്ട് കയറണമെങ്കിൽ ഇവിടെ ഒരു ഫണൽ പോലത്തെ ഒരു ആക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ലേശം ബെൻഡ് ആക്കി വെച്ചിട്ടുള്ളത്. ഈ റെയിലിനെ ലേശം ബെൻഡ് ആക്കി വെച്ചിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഫ്ലാഞ്ച് ഡയറക്റ്റ് ആയിട്ട് ഗ്യാപ്പിലോട്ട് കയറും, ഈ ഫ്ലാഞ്ച് വേയിലോട്ട് കയറും. അതിനു വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ബെൻഡിങ്ങിനെ പറയുന്ന പേരാണ് ഫ്ലെയർ. ഓക്കെ, ഫ്ലെയർ പറഞ്ഞു കഴിഞ്ഞു, ഫ്ലാഞ്ച് വേ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് TNC ആൻഡ് ANC. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ് TNC ആൻഡ് ANC. TNC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ANC. TNC എന്ന് പറഞ്ഞാൽ തിയറിറ്റിക്കൽ നോസ് ഓഫ് ക്രോസിംഗ്. നമ്മൾ ക്രോസിംഗ് നോസ് എന്ന് പറഞ്ഞിരുന്നു, ഷാർപ്പായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അത് ശരിക്കും ആക്ച്വൽ വരേണ്ട ഷാർപ്പ്നെസ്സിലല്ല നമ്മൾ ഈ നോസിങ് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഇത്രയും ഷാർപ്പായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന വീല് ഇതിന് ഇടിച്ചിട്ട് ഈ മുനമ്പ് വളയാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും ഷാർപ്പായത് കഴിഞ്ഞാൽ ഈ ട്രെയിനിന്റെ വീലിന്റെ കൊളീഷൻസ് ഈ റെയിലിൽ തേയ്മാനം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ആ മൊന ഒഴിവാക്കും. പകരം കുറച്ചും കൂടെ ബാക്കിലോട്ട് പിടിച്ചിട്ട് ഇപ്പുറത്താണ് ആക്ച്വൽ നോസിങ് ഉണ്ടാവുക. അതിനെ ആക്ച്വൽ നോസ് ഓഫ് ക്രോസിംഗ് എന്ന് പറയും. TNC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറിറ്റിക്കൽ നോസ് ഓഫ് ക്രോസിംഗ്. അപ്പൊ 2 നോസിങ്ങുകൾ പറയുന്നുണ്ട്. ഒന്ന് തിയറിറ്റിക്കൽ നോസ് ഓഫ് ക്രോസിംഗ്, അത് നമ്മൾ ഫിഗറൊക്കെ വരക്കുന്ന സമയത്ത് അവിടെയാണ് വരേണ്ടത് എന്ന് കാണിക്കുന്ന നോസാണ്. ആക്ച്വൽ നോസ് ഓഫ് ക്രോസിംഗ് തിയറിറ്റിക്കൽ നോസ് ഓഫ് ക്രോസിങ്ങിനെക്കാളും കുറച്ച് പുറകിലായിരിക്കും. അത് തിയറിറ്റിക്കൽ നോസ് ഓഫ് ക്രോസിംഗ് അവോയ്ഡ് ചെയ്യാൻ കാരണം അതിലൂടെ വീല് വരുന്ന സമയത്ത് അത്ര ഷാർപ്പായിട്ട് റെയില് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വീല് വന്ന് എപ്പോഴും കൊളൈഡ് ചെയ്യുമ്പം തേയ്മാനം വരാനും കേട് വന്നു പോകാനും റെയിലുകൾക്ക് കേട് വന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഒഴിവാക്കിയിട്ട് ആ ഷാർപ്പ് എഡ്ജ് ഒഴിവാക്കി കഴിഞ്ഞാൽ ട്രെയിനിന്റെ വീലിന്റെ സ്മൂത്ത് ആയിട്ടുള്ള റണ്ണിങ്ങും കൂടെ ഉറപ്പുവരുത്താൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ തിയറിറ്റിക്കൽ നോസ് ഓഫ് ക്രോസിംഗ് ഒഴിവാക്കിയിട്ട് കുറച്ച് പുറകോട്ട് വലിച്ച് ആക്ച്വൽ നോസ് ഓഫ് ക്രോസിംഗ് ആണ് കൊടുക്കുക. പിന്നെ ത്രോട്ട് എന്നുള്ള ടേം നിങ്ങൾ ഇതിൽ കണ്ടുന്നു. അപ്പോൾ ഇതിൽ 2 ഇവിടെ ഒരു വിങ് റെയിൽ ഉണ്ട്, ഇവിടെ ഒരു വിങ് റെയിൽ ഉണ്ട്. ഈ വിങ് റെയിലുകൾക്കിടയിലുള്ള ഏറ്റവും കുറഞ്ഞ അകലത്തിന് പറയുന്ന പേരാണ് ത്രോട്ട്. 2 വിങ് റെയിലുകൾക്കിടയിലുള്ള ഏറ്റവും കുറഞ്ഞ അകലത്തിന് പറയുന്ന പേരാണ് ത്രോട്ട്. ഇത്രയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമുകൾ.
ക്രോസിംഗിലെ ഒരു റെയിലിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്പ്ലൈസ് റെയിലാണ്, മറ്റേ റെയിലിനെ വിളിക്കുന്ന പേര് പോയിന്റ് റെയിലാണ്. സോ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ അതിലെ ഈ വി പോർഷന് നമ്മൾ ഇറ്റ് ഈസ് ദ ജോയിനിങ് കണക്റ്റിംഗ് സ്പ്ലൈസ് റെയിൽ ആൻഡ് പോയിന്റ് റെയിൽ എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡെഫിനിഷൻസിലോട്ട് പോവാം. ക്രോസിംഗ്, ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വേർ എ റെയിൽ ഓഫ് വൺ ട്രാക്ക് ക്രോസസ് എ റെയിൽ ഓഫ് അനദർ ട്രാക്ക്. അതായത് രണ്ട് ട്രാക്കുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നിടത്ത് കൊടുക്കുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ക്രോസിംഗ് ബൈ പ്രൊവൈഡിങ് ഗ്യാപ്പ് ഫോർ ഫ്ലാഞ്ചസ്. ട്രെയിനിന്റെ വീലിലെ ഏറ്റവും റിസ്കി പാർട്ട് ഫ്ലാഞ്ച് എന്നുള്ള ഭാഗത്തിനെ കടത്തിവിടണം എന്നുള്ളതാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സ് സാധ്യമാക്കി തരുന്നത് ക്രോസിംഗ് എന്നുള്ള ഒരു സിസ്റ്റമാണ്. ക്രോസിംഗിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണുള്ളത്. ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഷേപ്പിലുള്ളതാണ്. സ്പ്ലൈസ് റെയിലും പോയിന്റ് റെയിലും കൂടെ ചേരുന്ന ഈ ഭാഗത്തിനെയാണ് ഫ്രോഗ് എന്ന് വിളിക്കുന്നത്. പിന്നെയുള്ളത് വിങ് റെയിലുകളാണ്. മൂന്നാമതായിട്ട് ചെക്ക് റെയിലുകളാണ്. ചെക്ക് റെയിലുകൾ 2 സൈഡിലാണ് വരുന്നത്. അപ്പോൾ 3 ഭാഗങ്ങളാണുള്ളത്. ഫ്രോഗ് വി ഷേപ്പിലുള്ളത്, വിങ് റെയിൽ അത് വി ഷേപ്പിനോട് ചേർന്നിട്ടുള്ളത്, ചെക്ക് റെയിൽ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളത്. ഈ 3 കൂടെ ചേർന്നാൽ നമുക്കൊരു ക്രോസിംഗ് ആയി എന്ന് പറയാൻ പറ്റും. ക്രോസിംഗിലെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ക്രോസിംഗ് ആംഗിൾ ആണ്. സ്പ്ലൈസ് റെയിലും പോയിന്റ് റെയിലും തമ്മിലുള്ള ആ കോണിനെയാണ് നമ്മൾ ക്രോസിംഗ് ആംഗിൾ ആൽഫ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. തിയറിറ്റിക്കൽ നോസ് ഓഫ് ക്രോസിംഗ്. തിയറിറ്റിക്കൽ നോസ് ഓഫ് ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസിംഗ് ശരിക്ക് ഇങ്ങനെയായിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പോൾ ആ എൻഡിനെ പറയുന്ന പേരാണ് തിയറിറ്റിക്കൽ നോസ് ഓഫ് ക്രോസിംഗ്. അതിനെ നമ്മൾ റിമൂവ് ചെയ്ത് കട്ട് ചെയ്തിട്ട് കുറച്ച് ബാക്ക് നിന്നാണ് ചെയ്യുന്നത്. അതിനെ ആക്ച്വൽ നോസ് ഓഫ് ക്രോസിംഗ് എന്ന് പറയും, ANC. ത്രോട്ട് ഓഫ് ക്രോസിംഗ് എന്ന് പറഞ്ഞാലോ 2 വിങ് റെയിലുകൾ ചേരുന്നതിന്റെ ഇടയിലുള്ള മിനിമം ഗ്യാപ്പിന് പറയുന്ന പേരാണ് ത്രോട്ട് ഓഫ് ക്രോസിംഗ്. നിങ്ങൾക്ക് മിക്കവാറും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, ഡ്രോ എ സ്കെച്ച് ഓഫ് റൈറ്റ് ഹാൻഡ് ടേൺ ഔട്ട്, അതർവൈസ് ഡ്രോ എ സ്കെച്ച് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് ടേൺ ഔട്ട് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു റൈറ്റ് ഹാൻഡ് ടേൺ ഔട്ടോ ലെഫ്റ്റ് ഹാൻഡ് ടേൺ ഔട്ടോ വരക്കാൻ. അപ്പോൾ റൈറ്റ് ഹാൻഡ് ടേൺ ഔട്ട് എന്താ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. മെയിൻ ലൈനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വലതുഭാഗത്തോട്ട് തിരിയാനുള്ള സംവിധാനം ഒരുക്കുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് റൈറ്റ് ഹാൻഡ് ടേൺ ഔട്ട് എന്ന് പറയാം. അപ്പൊ അതർവൈസ് ഇനി ലെഫ്റ്റ് ഹാൻഡ് ടേൺ ഔട്ട് ആണ് പറഞ്ഞെങ്കിൽ ഇതിന്റെ മിറർ ഇമേജ് ആണ് വരച്ചാൽ മതി മേലേക്ക്. ഓക്കെ, അപ്പൊ ഏതാണ് ചോദിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് മാർക്ക് ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ടങ് റെയിൽ. ടങ് റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന റെയിലുകളാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ടോ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്റ്റോക്ക് റെയിലിനെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടോ ടച്ച് ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഒരു ടോ മാത്രമേ അറ്റ് എ ടൈം സ്റ്റോക്ക് റെയിൽ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. അതർവൈസ് അത് റോങ് മെസ്സേജ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ടങ് റെയിൽ കാണിക്കണം, ഇവിടെ ക്രോസിംഗ് കാണിക്കണം, ചെക്ക് റെയിലുകളും വിങ് റെയിലുകളും കാണിക്കണം, സ്റ്റോക്ക് റെയിലുകളും കാണിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഔട്ടറിൽ പോകുന്നതാണ് സ്റ്റോക്ക് റെയിലുകൾ, സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ടങ് റെയിലുകൾ. അവയെ പരസ്പരം 2 റെയിലുകളെയും ചേർത്ത് പിടിക്കുന്ന ഭാഗത്തുള്ളതാണ് ക്രോസിംഗുകൾ. ട്രെയിനിന്റെ വീലിനെ ഗൈഡ് ചെയ്യുന്ന, ഫ്ലാഞ്ചിനെ കുടുക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭാഗങ്ങളാണ് ചെക്ക് റെയിലുകൾ. വിങ് വാളുകൾ ഈ പോയിന്റുകൾക്കും, വിങ് വാൾ അല്ല, വിങ് റെയിലുകൾ പോയിന്റുകൾക്കും ക്രോസിങ്ങിനും ഇടയിലുള്ള റെയിലുകളാണ് വിങ് റെയിലുകൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഈ റൈറ്റ് ഹാൻഡ് ടേൺ ഔട്ടിൽ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കണം. ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇത് പോസ് ചെയ്തിട്ട് ഈ ഫിഗർ ഒന്ന് വരച്ച് നോക്കിയിട്ട് വേണം എക്സാമിന് പോവാൻ. കുറച്ച് ടേംസും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. ചെക്ക് റെയിൽ ഓർ ഗോഡ് റെയിൽ നമ്മൾ എന്താന്ന് പറഞ്ഞിരുന്നു. ഇറ്റ് ഹോൾഡ്സ് ബാക്ക് ദ ഫ്ലാഞ്ച് ഓഫ് ഇന്നർ വീൽസ്. ഇന്നർ വീലുകളുടെ ഫ്ലാഞ്ചിനെ മുറുകെ പിടിച്ച് ഡീറെയിൽമെന്റിനെ ഒഴിവാക്കാനും ട്രെയിനിന്റെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലോട്ടൊരു സ്ലൈഡിങ്ങോ ഒരു മൂവ്മെന്റോ ഇല്ലാതിരിക്കാൻ വേണ്ടി ട്രെയിനിനെ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത്, അതിന്റെ വീലിന്റെ ഫ്ലാഞ്ചിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന മെമ്പറാണ് ആര്? ചെക്ക് റെയിൽ. അതർവൈസ് അതിനെ വിളിക്കുന്ന പേരാണ് ഗോഡ് റെയിൽ. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ചെക്ക് റെയിൽ ആൻഡ് ഇന്നർ റെയിൽ ഈസ് ഈക്വൽ ടു ദ ഫ്ലാഞ്ച് തിക്നെസ്. ഇന്നർ റെയിലിന്റെയും ചെക്ക് റെയിലിന്റെയും ഇടയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്യാപ്പ് കൃത്യമായിട്ട് ട്രെയിനിന്റെ വീലിന്റെ ഫ്ലാഞ്ചിന് കടന്നു പോകാൻ പാകത്തിലുള്ളതായിരിക്കും. ടങ് റെയിൽ, ഇറ്റ് ഈസ് എ മൂവബിൾ റെയിൽ വിത്ത് ടേപ്പേർഡ് എൻഡ് കോൾഡ് ടോ. നമ്മൾ അതിന്റെ ഒരു ഫിഗർ കണ്ടിരുന്നു. ഒരു ടേപ്പേർഡ് എൻഡ് ഉള്ള, ഷാർപ്പൻ ചെയ്തിട്ടുള്ള എൻഡ് ഉള്ള ആ എൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്?
ടോ. ഈ ടോ ഉള്ള ഒരു മൂവബിൾ ആയിട്ടുള്ള റെയിലാണ് എന്ത്? ടങ് റെയിൽ. അതർ എൻഡ് ഓഫ് ഈസ് അറ്റ് ഹീൽ. ആ ടോ അല്ലാത്ത മറ്റേ എൻഡിനെ വിളിക്കുന്ന പേരാണ് ഹീൽ. ആ ഹീലിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ടങ് റെയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഒരറ്റത്തിനെ ഹീൽ എന്നും മറ്റേ അറ്റത്തിനെ ടോ എന്നാണ് വിളിക്കുന്നത്. ഇത് ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. സ്റ്റോക്ക് റെയിൽ. ദേ ആർ ഫിക്സ്ഡ് റെയിൽസ് ഓൺ ടു വിച്ച് ദ ടങ് റെയിൽ ഫിറ്റ്സ്. സ്റ്റോക്ക് റെയിൽ ഇങ്ങനെ പോകുന്നുണ്ട്, അതിലോട്ടാണ് നമ്മുടെ ടങ് റെയിൽ വന്ന് തട്ടി നിൽക്കുന്നത്. ഓക്കെ, അപ്പോ ഈ റെയിലിനെ, ഫിക്സ്ഡ് ആയിട്ടുള്ള റെയിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റോക്ക് റെയിൽ. സ്റ്റോക്ക് റെയിലിനോട് ചാരിയിട്ടാണ് ടങ് റെയിൽ നിൽക്കുന്നത്. സ്ട്രെച്ചർ ബാർ. സ്ട്രെച്ചർ ബാർ കണക്ട്സ് ദ ടോസ് ഓഫ് ബോത്ത് ദ ടങ് റെയിൽ. രണ്ട് ടങ് റെയിലിനെയും ഒരേപോലെ പിടിച്ചു നിർത്തുന്ന, അവയെ കണക്ട് ചെയ്യുന്ന ബാറാണ് സ്ട്രെച്ചർ ബാർ. ഈ സ്ട്രെച്ചർ ബാറിന്റെ ഒരു അറ്റമാണ് നമ്മൾ ഒരു ലിവറിനോട്ട് കണക്ട് ചെയ്യുന്നത്. ആ ലിവർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് സ്ട്രെച്ചർ നമ്മുടെ ടങ് റെയിൽ ഒരുമിച്ച് മൂവ് ചെയ്യും. അപ്പൊ രണ്ട് ടങ് റെയിൽ ഉണ്ടെങ്കിൽ, രണ്ട് ടങ് റെയിലാണ് ഉള്ളത്, അവയെ കണക്ട് ചെയ്യുന്ന ബാറാണ് ആര്? സ്ട്രെച്ചർ ബാർ. ഈ സ്ട്രെച്ചർ ബാറിന്റെ ഒരറ്റം ഒരു ലിവറിലോട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ ഇതിനെയാണ് സ്ട്രെച്ചർ ബാർ എന്ന് പറയുന്നത്. അടുത്ത ടേം ടോ. ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മൂവബിൾ എൻഡ് ഓർ ദ ടേപ്പേർഡ് എൻഡ് ഓഫ് ദ ടങ് റെയിൽ. ടങ് റെയിലിന്റെ ഈ ഷാർപ്പൻ ചെയ്തിട്ടുള്ള ടേപ്പേർഡ് എൻഡിനെ വിളിക്കുന്ന പേരാണ് ടോ. ഇറ്റ് ഈസ് ദ ഫ്ലെയർ. ഫ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടേപ്പേർഡ് വൈഡനിങ് ഓഫ് ഫ്ലാഞ്ച് വേ അറ്റ് ദ എൻഡ് ഓഫ് ചെക്ക് റെയിൽ ഓർ വിങ് റെയിൽ. ചെക്ക് റെയിലിന്റെയും വിങ് റെയിലിന്റെയും എൻഡിനെ കൊടുക്കുന്ന ഈ ഒരു വൈഡനിങ്, ഈ ഒരു വീതി കൂട്ടലിനെ വിളിക്കുന്ന പേരാണ് ഫ്ലയർ. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ബെൻഡിങ് ആൻഡ് സ്പ്ലേയിങ് ദ എൻഡ്സ് ഓഫ് റെയിൽ. റെയിലിന്റെ എൻഡുകളെ ബെൻഡ് ചെയ്തിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഡയമണ്ട് ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ക്രോസിംഗ് തന്നെയാണ്. അവിടെ ഒരൊറ്റ വ്യത്യാസം എന്താ? ഇവിടെ ഈ ആംഗിൾ ഓഫ് ക്രോസിംഗ് വിൽ ബി അക്യൂട്ട്. ആംഗിൾ ഓഫ് ക്രോസിംഗ് എന്താണെന്ന് നമ്മൾ ആ ഫിഗറിന് പറഞ്ഞിരുന്നു, ആൽഫ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരുന്നു. ആ ക്രോസിംഗിന്റെ ആംഗിൾ 90 ഡിഗ്രിനെക്കാളും ചെറുതാണെങ്കിൽ, if the angle of crossing is less than 90 degree, then the crossing is called diamond crossing. When two tracks cross each other at an acute angle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ angle less than 90 degree, the arrangement of the track component is called diamond crossing. It consists of two acute angle crossing. രണ്ട് acute angle crossingകൾ ഉണ്ടാവും, ഇപ്പുറത്തും one ഇവിടെ, two ഇവിടെ, and two obtuse angle crossing. അത് ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ. അപ്പൊ രണ്ട് acute angle crossingകൾ ഉണ്ടാവും, അതിൽ രണ്ട് obtuse angle crossingകൾ ഉണ്ടാവും. The gap between two noses of the crosses increases as acute angle decreases. അതായത് ഈ ആംഗിൾ ഓഫ് ക്രോസിംഗ്, അക്യൂട്ട് ആംഗിൾ ഓഫ് ക്രോസിംഗ് കുറയുന്നതിനനുസരിച്ച് ഇവക്കിടയിലുള്ള ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈ ആംഗിൾ ചെറുതാവുന്നതിനനുസരിച്ചിട്ട് ഈ ഗ്യാപ്പ്, ഈ നോസുകൾക്കിടയിലുള്ള ഗ്യാപ്പ് വല്ലാണ്ട് കൂടും. അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് ഗ്യാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ ഗ്യാപ്പ്, ഈ ആംഗിൾ ചെറുതാവുന്നതിനനുസരിച്ചിട്ട് ഈ ഗ്യാപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, ഉണ്ട്, ഗ്യാപ്പ് കൂടും. അപ്പൊ ഈ ഫിഗറിൽ നമുക്കത് മനസ്സിലാക്കാം. ഇതാണ് ഒരു ഡയമണ്ട് ക്രോസിംഗ്, ഒരു സിമ്പിൾ ഡയമണ്ട് ക്രോസിംഗ് ആണ്. ഇതാണ് അക്യൂട്ട് ആംഗിൾ, ഇതാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഇത് നോസ് ആണ്, ഇത് വേറൊരു നോസ് ആണ്. ഈ അക്യൂട്ട് ആംഗിൾ ചെറുതാവുന്നതിനനുസരിച്ച് ഈ നോസുകൾക്കിടയിലുള്ള ഗ്യാപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് കുറച്ചുകൂടെ ലെസ് അക്യൂട്ട് ആയിട്ടുള്ള ഒരു ക്രോസിംഗ് ആണ്. ഇതും അക്യൂട്ട് തന്നെയാണ്, ലെസ് ദാൻ 90 ഡിഗ്രി ആണ്, ബട്ട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറയാം. ഇത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണ്, ബട്ട് എന്നാലും കുറച്ചുകൂടെ 90 ഡിഗ്രിയോട് അടുത്ത് നിൽക്കുന്നതാണ്. ഇത് ഷാർപ്പ് ആയിട്ടുള്ള ഒരു ഡയമണ്ട് അല്ല, സ്റ്റിൽ ഒരു ഡയമണ്ട് ക്രോസിംഗ് തന്നെയാണ്. അടുത്തത് ക്രോസ് ഓവർ. ക്രോസ് ഓവർ ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം. പാരലൽ ആയിട്ട് രണ്ട് ട്രാക്കുകൾ ഉണ്ട്. ഈ ട്രാക്കിൽ നിന്നും ഈ ട്രാക്കിലോട്ട് സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ട്രെയിനിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കുന്ന പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ് സംവിധാനമാണ്
crossover. It is used to divert the train from one track to the parallel track. ഒരു ട്രാക്കിൽ നിന്നും അതിന് സമാന്തരമായി പോകുന്ന ട്രാക്കിലോട്ട് സ്വിച്ച് അങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സംവിധാനമാണ് ക്രോസ് ഓവർ. അതിന്റെ ഒരു ഫിഗർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിലൂടെ പോകുന്ന ട്രെയിൻ ഇതുവഴി തൊട്ടപ്പുറത്തെ ട്രാക്കിലോട്ട് നീങ്ങാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇതിലൊരു ഡീമെറിറ്റ് എന്താണ്? ഇതിലൂടെ പോകുന്ന ട്രെയിനിനോ ഇങ്ങോട്ട് വരാൻ പറ്റൂല. അതിന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകേണ്ടി വരും. അപ്പൊ ആ ഒരു പ്രശ്നം കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ സംഭവമാണ് സിസർ ക്രോസ് ഓവർ. ഈ കേസിൽ ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വാഹനങ്ങൾക്കും എങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് മൂവ് ചെയ്യുന്ന ആൾക്ക് ഇതുവഴി ഇങ്ങോട്ട് പോവാം, ഇങ്ങനെ ഇതിൽ പോകുന്ന ആൾക്ക് ഇങ്ങോട്ട് വരാം, ഓപ്പോസിറ്റ് ഡയറക്ഷനിലും അതുപോലെ. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ക്രോസ് ഓവേഴ്സ് വിത്ത് എ ഡയമണ്ട് ക്രോസിംഗ് അറ്റ് ദ സെന്റർ. 2 ക്രോസ് ഓവറുകൾ ഒരു ഡയമണ്ട് ക്രോസിംഗുമായിട്ട് ചേർത്ത് കൊടുക്കുന്നതിനെ സിസർ ക്രോസ് ഓവർ എന്ന് പറയും. ഡയമണ്ട് ക്രോസിംഗ് എവിടെയാ വരുന്നത്? ഈ സെന്ററിൽ വരുന്നതാണ് ഡയമണ്ട് ക്രോസിംഗ്. ദ ട്രെയിൻസ് മൂവിംഗ് ഓൺ ബോത്ത് ഡയറക്ഷൻ ക്യാൻ സ്വിച്ച് ടു ദ പാരലൽ ട്രാക്ക്. ഈ കേസിൽ നമ്മൾ കഴിഞ്ഞ ക്രോസ് ഓവറിൽ പറഞ്ഞ ഡീമെറിറ്റ് ആയിരുന്നു, ഒരു ഡയറക്ഷനിൽ മാത്രമേ പറ്റുള്ളൂ എന്ന്. ഇതിൽ ഏത് ഡയറക്ഷനിൽ പോകുന്ന ആളുകൾക്കും പാരലൽ ട്രാക്കിലോട്ട് സ്വിച്ച് ചെയ്യാൻ സിസർ ക്രോസ് ഓവർ കൊണ്ട് സാധിക്കും. ഈ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതിന്റെ കൂടെ തന്നെ ഇത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണെന്നും കൂടെ മനസ്സിലാക്കണം. മെയിൻ്റെനൻസ് ഒക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സിലെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു.